ശ്രീ ജോസഫ് മാത്യു, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ തവണയും താങ്കളുടെ ശബ്ദത്തിലൂടെ ഞങ്ങൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അസാധാരണ വ്യവസ്ഥകൾ ഒക്കെ ഉൾപ്പെടുത്തിയ ആ വിവാദ ഉത്തരവ്, അതിനെ തുടർന്ന് ഒരു FIR രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ FIR ഇടുമ്പോൾ പോലും അതും ഒരു കണ്ണിൽ പൊടിയിടാൻ മാത്രം. അതെ, നമ്മൾ കണ്ടല്ലോ, ഈ ഒക്ടോബർ മാസം 2020 ഒക്ടോബർ 24 ഇറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മരം മുറി ഒക്ടോബർ മാസത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. അത് ജനുവരി മാസം വരെ തുടർന്നുകൊണ്ടിരുന്നു, 21 ജനുവരി വരെ തുടർന്നിരുന്നു. ഈ കാലയളവിൽ വ്യാപകമായ തോതിൽ, വൻതോതിൽ വയനാട്ടിൽ ഈ പറയുന്ന മുട്ടൽ സൗത്ത് വില്ലേജിലും തൃക്കൈപ്പറ്റ വില്ലേജിലും വീട്ടുമരങ്ങൾ മുറിച്ചു വീഴ്ത്തപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് അതിന്റെ പരാതി, ഇതുമായിട്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 4/6/2021 4/6/2021 ചെയ്യുന്നത് 2/6/2021 ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള നിർദ്ദേശിച്ച പ്രകാരം വൈത്തിരി തഹസിൽദാർ മീനങ്ങാടി പോലീസിൽ പരാതി എഴുതി കൊടുത്താണ് FIR വന്നത്. ആ പരാതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുണ്ട്, ഇത് ഈ അപ്പോഴല്ലല്ലോ അറിയുന്നത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മരം മുറിച്ചു എന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെ ആ പരാതിയിൽ പറയുന്നതിന്റെ ഉദ്ദേശം അത് എഴുതിയപ്പോൾ അറിയാം. അവർക്ക് ഇതിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകണം എന്നുള്ള ബുദ്ധിപൂർവമായിട്ടാണ് അങ്ങനെ എഴുതുന്നത്. കാരണം 24/10/20 തുടങ്ങി നവംബർ മാസത്തിൽ മുതൽ ഇവിടെ വൻതോതിൽ മരം മുറിച്ചു. നവംബർ മാസത്തിൽ കളക്ടർ ഇടപെട്ടിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ കളക്ടർ ഇടപെട്ടിട്ടുണ്ട്, ജനുവരിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം പോകുന്നു. ഫെബ്രുവരി 2 ഈ സർക്കാർ ഉത്തരവിനെ പിൻവലിച്ചുകൊണ്ട് റവന്യൂ സെക്രട്ടറി അടുത്ത 3ാമത്തെ ഉത്തരവ് ഇറക്കിയത് ഫെബ്രുവരി 2 2021. അതുവരെ ഇത് നടപടികൾ ഇവിടെ പോയിക്കൊണ്ടിരുന്നു. വേറൊരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഫെബ്രുവരി 3 ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലോഡ് മരം കയറ്റിപ്പോയി, അത് എറണാകുളത്തുള്ള മില്ലിൽ ഇറക്കി, അത് അവിടുന്ന് റേഞ്ച് ഓഫീസർ തിരിച്ചു. ഈ വിവരങ്ങളെല്ലാം ജില്ലാ കളക്ടർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം റേഞ്ച് ഓഫീസർ ഈ മരം പാസ് കൊടുത്ത്, ട്രാൻസിറ്റ് പാസിന് വേണ്ടി ചോദിച്ചപ്പോൾ പാസ് കൊടുക്കാൻ കഴിയുമോ എന്ന് തഹസിൽദാരോട് ചോദിച്ചു, വൈദ്യുതി തഹസിൽദാരോട് ചോദിച്ചു. അദ്ദേഹം മറുപടി കൊടുത്തില്ല. പിന്നെ DFO ജില്ലാ കളക്ടറോട് ചോദിച്ചു, മറുപടി കൊടുത്തിട്ടില്ല. ഇതൊക്കെ 28, 29, 30 തീയതികളിൽ നടക്കുകയാണ്. ഇതിനിടയിൽ റേഞ്ച് ഓഫീസർ എന്നോട് ഇത് സംബന്ധിച്ച് ഒരു ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിരുന്നു. ഈ ഫയലുകളെല്ലാം അയച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ മരം സർക്കാരിൽ റിസർവ് ചെയ്യപ്പെട്ടതാണ്, ഇത് പൊതുമുതലാണ്, പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഇത് മുറിക്കാൻ അനുമതിയില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ട്രാൻസിറ്റ് പാസ് കനോട്ട് ബി ഇഷ്യൂഡ് എന്ന് ഞാൻ എഴുതി. അങ്ങനെ പോയി അതോടുകൂടിയാണ് മരം കടത്തിക്കൊണ്ടുപോകാതെ നിന്നത്. എന്നിട്ടും ഒരു ലോഡ് മരം അതിന്റെ അടുത്ത ദിവസം അവർ കയറ്റി എറണാകുളത്ത് എത്തിച്ചു, അത് യാതൊരു രേഖയില്ലാതെ. അത് ഇവിടുന്ന് പോകുന്നതൊക്കെ തീർച്ചയായിട്ടും വയനാട് ജില്ലാ കളക്ടർക്ക് അതറിയും, സൗത്ത് വയനാട് DFOയ്ക്ക് അതറിയും. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മരം അവിടെ പോകുന്നതും എത്തുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും സർ, താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ അസാധാരണ വ്യവസ്ഥയൊക്കെ ഉൾപ്പെടുത്തിയ ആ വിവാദ ഉത്തരവ് ഇറക്കിയതിന് തുല്യമാണല്ലോ ഈ വിചിത്രമായി ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് യാതൊരു അറിവോ സമ്മതമോ ഇല്ല എന്ന് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞ ഡേറ്റ് വെച്ചാൽ നമുക്ക് തിരികെ വരാം. 2020 ഒക്ടോബർ 24 ഈ ഉത്തരവ് ഇറങ്ങുന്നു. അതിന് ജനുവരി വരെ മാത്രമേ ആയുസ് ഉണ്ടാകുള്ളൂ, ഫെബ്രുവരിയിൽ അത് പിൻവലിക്കും. അതായത് 3 മാസം മാത്രമേ ആ വിചിത്ര അല്ലെങ്കിൽ വിവാദ ഉത്തരവ് നിലനിൽക്കുകയുള്ളൂ എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ ആ 3 മാസത്തിനുള്ളിൽ ഇങ്ങനെ തിടുക്കപ്പെട്ട് വൻതോതിൽ മരം മുറിച്ച് കടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. കാരണം ഈ മരം മുറി ഇങ്ങനെ ഏതായാലും ആ മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് നവംബർ മാസം 20 തഹസിൽദാർക്ക് കൊടുത്തിരുന്നു. ഇത് രേഖകൾ ഈ ഉത്തരവ് പ്രകാരം മുറിക്കുമ്പോൾ ഇതിന്റെ എല്ലാ രേഖകളും പരിശോധിക്കേണ്ട, ഇതിന് ഒരു സ്പഷ്ടീകരണം വേണമെന്ന് പറഞ്ഞ് തഹസിൽദാർക്ക് കൊടുത്തു. തഹസിൽദാർ ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. നവംബർ 20 കൊടുത്തിട്ട് ഒരു റിപ്ലൈ ഇല്ലാതായപ്പോൾ അദ്ദേഹം ഡിസംബർ 14 വീണ്ടും കൊടുത്തു, അതിനും റിപ്ലൈ ഇല്ല. പിന്നീട് ജനുവരി 8 കൊടുത്തു.
അങ്ങനെ 3 പ്രാവശ്യം കത്തുകൾ കൊടുത്തതായിട്ട് രേഖകൾ കൊണ്ട് കാണുന്നുണ്ട്. ഇതിനിടയിൽ ജില്ലാ കലക്ടർ 24-ാം തീയതി തഹസിൽദാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. പിന്നെ തൽക്കാല നടപടികൾ വേണ്ട എന്ന്. തൽക്കാല നടപടികൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ മാത്രം ഇട്ടാൽ തൽക്കാല നടപടികൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തൽക്കാലം തടയണ്ട എന്നുള്ള നടപടിയാകാലോ. അങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കില്ല. അങ്ങനെ ഒരു വരി മാത്രം, തൽക്കാല നടപടികൾ വേണ്ട എന്ന്. അപ്പോൾ അത് ജില്ലാ കലക്ടർ തീർച്ചയായിട്ടും ഇത് വായിക്കുമ്പോൾ മനസ്സിൽ ഉത്തരവിൽ ഒരു അവ്യക്തത തോന്നിയെന്ന് അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ജില്ലാ കലക്ടർ എന്ന് പറഞ്ഞാൽ ഈ ജില്ലയുടെ ഒരു പരമാധികാരിയാണ്. ഇതിങ്ങനെ ഒരു വലിയ കുറ്റകൃത്യമാണ് നടക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അവർക്ക് ഒരു താൽക്കാലിക ഉത്തരവിലൂടെ നിങ്ങൾ മരം ഇപ്പൊ കൊണ്ടുപോകണ്ട, ഒരു ക്ലിയർ ആകട്ടെ, ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ട് കൊണ്ടുപോകാം എന്ന് അവരെ സമീപിച്ച ഈ കക്ഷികളോട് പറയാമായിരുന്നല്ലോ. അവർ പറഞ്ഞില്ല. അതാണ് അവരുടെ ഒരു റോൾ ഉണ്ടെന്ന്. വീണ്ടും 15/12 ചീഫ് സെക്രട്ടറിക്ക് അന്നത്തെ റവന്യൂ സെക്രട്ടറിക്ക് എഴുതിയ കത്തിലും ഉത്തരവിലെ ഈ നിയമപരമായ കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓഗസ്റ്റ് മാസം 21-ാം തീയതി ഉത്തരവിലൂടെ മരം മുറിച്ച് കൊണ്ടുപോകുന്നത് പരിശോധന വേണം, വളരെ വ്യക്തമായിട്ടാണ് ആ ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്? ഒരു മിനിറ്റ്. ആ ഉത്തരവിൽ പറയുന്നത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ റിട്ട് പെറ്റീഷൻ വന്നത് 8/7/2020 തീയതിക്ക് 8/7/2020 തീയതിക്ക് ഹൈക്കോടതി വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന ഈ 11/3/2020 ഇറങ്ങിയ പരിപത്രത്തിന്റെ നിയമസാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഫയൽ ചെയ്ത ഹർജിയിൽ ആദ്യം പരിഗണിച്ചത് 8/7/2020 ആ പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഹൈക്കോടതി പറയുന്ന ഓർഡറിൽ പറയുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം. വൈൽ കൺസിഡറിംഗ് ദ അവർമെന്റ്സ് മെയ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫാക്ട്സ് ആൻഡ് ഗ്രൗണ്ട്സ് we have expressed our prima facie view that government should not permit the assignees to cut trees other than sandalwood by altering conditions in the patta. Accordingly, we are inclined to grant an interim stay of operation of Exhibit P2 for a period of 2 weeks. ഈ Exhibit P2 എന്ന് പറയുന്ന പരിപത്രം, ഈ പരിപത്രത്തെ അന്ന് തന്നെ അതിന്റെ ഓപ്പറേഷനെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഹൈക്കോടതിക്ക് വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. അത് ഹൈക്കോടതി അത് വ്യക്തമായി പറഞ്ഞു. പിന്നീട് 21-ാം തീയതി അതേ മാസം 21-ാം തീയതി ഓഗസ്റ്റ് മാസം 21-ാം തീയതി ഹൈക്കോടതി പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, where the assignee have obtained cutting passes or permission from the competent authorities, they are entitled to cut and remove the trees subject to conditions imposed in the order. While doing so, authorities are directed to ensure that there is no violation of law. Authorities are further directed to ascertain genuineness of patta issued. പട്ടയം പരിശോധനയിലൂടെ ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ എന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞാണ്. ഇത് ജില്ലാ കളക്ടർ അറിയുന്നതാണ്. ഈ ഉത്തരവ് ഈ 21-ാം തീയതി ഓഗസ്റ്റ് മാസം 2020 ഓഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ ഉത്തരവ് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ അവരോട് ഈ മരമുറിയുമായുള്ള വിഷയമായിട്ട് ചേംബറിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ ഉത്തരവ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ അവർക്കറിയാം. പക്ഷേ അവരത് റവന്യൂ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. രണ്ടാമത് 15/12 എഴുതിയ കത്തിലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പിന്നെ എന്താണ് വേറെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. മരം മുറിക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞത്. സാങ്കേതിക പ്രശ്നം അല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇട്ട ഒരു ഉത്തരവല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അവരും ഇത് സപ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജയതിലക്, അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹവും ഇത് സപ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറക്കി മരം മുറിക്കാൻ അനുവദിച്ചത്. തീർച്ചയായും ഈ പട്ടയഭൂമിയുടെ ഉടമകളായ അവിടെ ഏറ്റവും കൂടുതൽ ഇതിൽ വനവാസി ആൾക്കാരും അതോടൊപ്പം തന്നെ കർഷകരും ഒക്കെയാണ് ഈ പട്ടയഭൂമിയുടെ ഉടമകളെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെയൊക്കെ പറ്റിക്കാനായി ഇവർക്ക് അസാധ്യമായി സാധിച്ചു എന്നതുകൂടിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇവര് ഈ ഉത്തരവ് കൊണ്ട് ചെന്ന് ചെയ്താ മുറിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമീപിക്കുമ്പോൾ ഈ ഉത്തരവ് കൊണ്ടെന്ന് പറഞ്ഞു മുറിക്കുന്നു. സാധാരണ വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളവും ട്രൈബ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഉത്തരവ് കൊണ്ട് ഇത് മുറിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരും അത് ഉത്തരവ് കാണിക്കുകയും ചെയ്തു.
അപ്പൊ അതും വായിച്ചു, ഓ വന്നല്ലോ, അനുവദിച്ചല്ലോ ഉത്തരവ്, ഇനി നമുക്ക് മുറിക്കാമല്ലോ എന്ന് പറഞ്ഞു. ധാരാളം പേര് ഇതിന്റെ പേരിൽ മരം മുറിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ധാരാളം പേര്, എനിക്കറിയുന്നതാണ് ഈ വയനാട്ടിലെ കാര്യങ്ങൾ അറിയുന്നത്. ഇതിൽ ആ റേഞ്ച് ഓഫീസർ ഷമീറിന്റെ മുമ്പാകെ ഷമീർ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിക്ക് കൊടുത്ത മൊഴിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, 3000-ലധികം വീട്ടിമരങ്ങൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, ഈ കാലയളവിൽ അത് മുഴുവൻ ഞങ്ങൾ മുറിച്ചു വീഴ്ത്തും. ഈ ഉത്തരവ് 3 മാസമേ നിൽക്കുകയുള്ളൂ, 3 മാസം കഴിഞ്ഞാൽ പുതിയ ഉത്തരവ് വരും, അപ്പോഴത്തേക്ക് എല്ലാവരും മുറിക്കും, മരത്തിന്റെ വില കുറയും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ റേഞ്ച് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി അതൊന്നും അന്വേഷിക്കുന്നില്ല? ആ കാര്യങ്ങളെ കുറിച്ചൊന്നും അന്വേഷണത്തിലില്ല. പിന്നെ ഇവരെ ആദ്യം 2021 തന്നെ ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ജൂൺ മാസത്തിലാണ് ഫോം ചെയ്യുന്നത്. 11-ാം തീയതി ഇത് SIT-നെ ഫോം ചെയ്തു. SIT ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചു. മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ പോലീസ് ടീം അന്വേഷിച്ച്, സാധാരണ ചെയ്യും കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉത്തരവ് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യമേ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അന്വേഷണം പോയില്ല. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഡിവൈഎസ്പി എന്നോട് ആദ്യം സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നടത്തിയാലും ഈ ഉത്തരവിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അന്വേഷണത്തിനകത്ത് എന്ത് പറഞ്ഞാലും വലിയ തെറ്റുകളുണ്ട് കേട്ടോ എന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിന്നെയാണ് കേസ് ഡയറി എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ഇത് എഴുതി വിശദമായിട്ട് ഇതെല്ലാം എഴുതിയത്. അപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഒരു, എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രഹസനം എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അന്വേഷണം പിന്നീട് പ്രഖ്യാപിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം ഒന്ന് ഓർത്തു പോവുകയാണ്. ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ ഈ ഉത്തരവിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. അത് വിചിത്രമാണെന്ന് മുഖ്യമന്ത്രിക്ക് അന്ന് തോന്നിയിരുന്നില്ല. അതിനുശേഷം അതേ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇതേ ജയതിലക് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുമാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പ്രതികരിച്ചതിനൊപ്പം.